ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അന്നമ്മച്ചേട്ടത്തി സ്പെഷ്യൽ 2.0യുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാവരും വെറൈറ്റികൾ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഒരു വെറൈറ്റി ചിക്കൻ കറി ആയാലോ? നമ്മളിപ്പോൾ ഒരു ഹോട്ടലിലാണെങ്കിലും ചെന്നാൽ നമ്മൾ അവിടെ എന്തായിരിക്കും വെറൈറ്റി എന്നാണ് നമ്മൾ കൂടുതലും അന്വേഷിക്കുന്നത്. അപ്പം നമുക്ക് ഇന്നൊരു വെറൈറ്റി ചിക്കൻ കറി ഉണ്ടാക്കാം. പോര്. നമ്മൾ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി റെഡിയാക്കി ഇങ്ങനെ വെള്ളമൊക്കെ വാർന്നു പോകാൻ വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി സാധനങ്ങളൊക്കെയാണ് നമുക്ക് കാണിക്കാൻ പോകുന്നത്. ഇതിതാ കുറച്ച് ചുമന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളക് മതി, കാരണം ഒരുപാട് എരി ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഒരു 2 കഷ്ണം ഇഞ്ചി, ഒരു അര ടീസ്പൂൺ കുരുമുളക്, അര ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ആവശ്യത്തിന് കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും സാധനം നമ്മൾ ചതച്ചു കൊണ്ടുവരാം. അപ്പം നമുക്ക് ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ല കറിച്ചട്ടിക്കകത്ത് തന്നെ നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പം ഞാൻ ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യമായ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കണം കേട്ടോ. വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ചൂടാവട്ടെ നന്നായിട്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് 2 ഏലക്ക, കറുകപ്പട്ട, ഗ്രാമ്പൂ, പിന്നെ ജാതിക്കയുടെ ആ തൊലി ഉണ്ടല്ലോ, അത് ചെറിയൊരു പീസ്. ഇതെല്ലാം കൂടെ നമുക്ക് വെളിച്ചെണ്ണ ചൂടാവുന്നതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി ഇതിൻ്റെ കളറൊക്കെ അങ്ങോട്ട് മാറും. വെളിച്ചെണ്ണയ്ക്കകത്ത് കിടന്നതിനൊന്ന് വയണ്ട് വരണം. ചിക്കൻ്റെ കളറൊക്കെ മാറി അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസിൽ ചെറിയ 2 സവാള അത് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനിയും അതേപോലെ ഇളക്കി ഈ സവാളയും ഇതെല്ലാം ഒന്ന് കളർ മാറി വഴണ്ട് വരണം. അപ്പം നമ്മുടെ ചിക്കനകത്ത് ഇട്ടിരിക്കുന്ന സവാളയൊക്കെ നന്നായിട്ട് ചിക്കൻ്റെ വെള്ളവും എല്ലാം കൂടെ ഇറങ്ങി നന്നായിട്ട് ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന, ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ എന്തെല്ലാം സാധനങ്ങളാണെന്ന്, ഈ സാധനം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതേപോലെ വീണ്ടും ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ആവശ്യമായ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒന്ന് വഴണ്ട് ആ പച്ചമണമെല്ലാം ഒന്ന് മാറി വരട്ടെ കേട്ടോ. നമുക്കിനിയും ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ആദ്യം കുറച്ചിടാം, അല്ലെങ്കിൽ കൂടിപ്പോയാൽ എന്നെ ഓടിക്കൂടെ. ഞാൻ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ ഒന്ന് നന്നായിട്ട് ഇളക്കിയൊക്കെ കൊടുത്ത് നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഒന്നെടുത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി. ഇപ്പം തന്നെ നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഒരു തക്കാളി ചെറുതായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചത് അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ തക്കാളി ഒന്ന് നന്നായിട്ട് വഴണ്ട് അതുമായിട്ടങ്ങ് തക്കാളി നന്നായിട്ട് വെന്ത് ചേരുമല്ലോ, അതുവരെ നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്നും കൂടി ഒന്ന് അടച്ചു വെക്കാം. ഇപ്പം തന്നെ ആ ഗരം മസാലയൊക്കെ ഞാൻ ചതച്ചിട്ടില്ലേ, അതിൻ്റെതായിട്ടുള്ള ഒരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പം ഇനി ആ തക്കാളി ഒന്ന് വാടട്ടെ, നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ടാവും.
കണ്ടോ, ചിക്കനകത്ത് ഞാൻ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. ആ ചിക്കനകത്തു നിന്നുള്ള വെള്ളം തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്, വെന്തുടഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിനിയും പൊടികൾ ചേർക്കാം. ഇവിടെ ഞാനൊരു 1/4 ടീസ്പൂണ് മുളക് പൊടിയാണേ, ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കാം. 1.5 ടീസ്പൂണ്. പിന്നെ നമ്മുടെ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ചിക്കൻ മസാല 1 ടീസ്പൂൺ. 2 ടീസ്പൂണ് മല്ലിപ്പൊടി. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ കളറൊക്കെ അങ്ങോട്ട് മാറി നല്ല സെറ്റായി വരും. നമ്മൾ നല്ല ടേസ്റ്റിൽ കഴിക്കണമെങ്കിൽ ഇത്തിരി പണിയൊക്കെ വേണം. പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇത്തിരി ഗരം മസാല പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ നല്ല കട്ട തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ തൈര് 2 ടീസ്പൂൺ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് വാങ്ങി വയ്ക്കാം. അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ തൈര് ഒഴിച്ചതല്ലേ ഉള്ളൂ. നമുക്ക് ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോഴത്തേനും എണ്ണയൊന്ന് തെളിയും. അതിനുശേഷം നമുക്ക് കടുക് താളിക്കാം. അപ്പം ഇനി നമുക്ക് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വാങ്ങി വയ്ക്കാം. എല്ലാവരും ചോദിക്കും എൻ്റെ കൈ പൊള്ളത്തില്ലെന്ന്. കൈ പൊള്ളുന്നുണ്ട്, എന്നാലും ഞാൻ വാങ്ങി വെച്ചതാണ്. ഇനി നമുക്ക് കടുക് താളിക്കാം. നമുക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടായി വരട്ടെ. ഓക്കെ, എണ്ണ ചൂടായി. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ചെറുള്ളി ഇവിടെ ദാ ഒരെണ്ണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളിയും കടുകും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇനി കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൽ ഇവിടെ എടുത്ത് ഒരു മല്ലിച്ചപ്പ് അതും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പതിയെ ഒന്ന് ഇളക്കി കൂട്ടിക്കഴിഞ്ഞാൽ എല്ലായിടവും ഒന്ന് പിടിച്ച നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ മക്കളെ ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ തന്നെ പുകഴ്ത്തുന്നതല്ല. ഇത് ഇച്ചായനെ കൊണ്ട് ഞാൻ ടേസ്റ്റ് നോക്കിക്കും. ഇച്ചായൻ ടേസ്റ്റ് നോക്കിയിട്ട് ഇച്ചായൻ തന്നെ പറയട്ടെ. ഞാൻ അമ്മച്ചി കഴിക്കത്തില്ല. അമ്മച്ചി ചിക്കനൊന്നും, അമ്മച്ചിക്ക് ഇപ്പം മീനും ചിക്കനും ഒന്നും അമ്മ കഴിക്കാറേ ഇല്ല. അപ്പം ഞാൻ ഇച്ചായനെ കൊണ്ട് ടേസ്റ്റ് നോക്കിക്കാം. ചോ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ഓക്കേ. കുഴപ്പമില്ല കേട്ടോ. നല്ല അടിപൊളി സ്മെല്ലൊക്കെയാണ്. ഇത് നല്ല ചൂടോടെ ഉണ്ടാക്കിയതേ ഉള്ളൂ. എന്നാലും പറ്റില്ല. ഞാനൊരു കഷ്ണം ഒന്നെടുത്ത് ടേസ്റ്റ് നോക്കട്ടെ.
നല്ല ആ ഗ്രേവി കൂട്ടി കഴിക്കാൻ അല്പനായിരിക്കും തോന്നുന്നു. അതെ, ഇങ്ങനെ മൊത്തമായിട്ട് ഇങ്ങനെ എടുക്കുക. നോക്കിക്കോ. എന്നെക്കുറിച്ച് നിങ്ങൾ എന്താണ് മനുഷ്യ വിചാരിച്ചിരിക്കുന്നേ? കൊള്ളാണോ? നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല, നമ്മൾ സാധാരണ ഈ ഉള്ളിയും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം വഴറ്റി എല്ലാം കൂടി നമ്മൾ കറി വെക്കുന്നതും ഇത് ആ ചതച്ചിട്ട് കഴിഞ്ഞപ്പോൾ അത് വേറൊരു ഫ്ലേവറാണ്. പറയാതിരിക്കാൻ വയ്യ. ഇതിപ്പോൾ നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും. എന്നെ സമ്മതിക്കണല്ലേ ചാ? പിന്നെ സമ്മതിക്കണം ഭാര്യ സമ്മതിക്കണം. ഞാനുണ്ടായിട്ട് മനുഷ്യ നിങ്ങൾ ഇങ്ങനെയൊക്കെ നല്ല കറികൾ കൂട്ടുന്നു. സത്യം. അതായത് മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് സൗരഭ്യം. അപ്പൊ ഞാനിപ്പോ ഇച്ചിരി കുക്കിംഗ് ചെയ്യാൻ മാറിയപ്പോഴത്തേ കണ്ടോ, ആളുകള് തന്നെ ചെയ്യാനും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇത് എന്റെ അച്ചാച്ചന്റെ സ്റ്റൈലാ. അപ്പൊ ഇത് പ്രത്യേക ടേസ്റ്റ് ആട്ടോ. എന്റെ ഫാദർജിയുടെ സ്റ്റൈലാ ഇത്. ഫാദർജി നല്ല. ഇതിപ്പോ നമുക്ക് ചോറിനോ ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ പൂരിക്കോ ബ്രെഡിനോ എന്തിനും ഇവിടെ കഴിക്കാം. ഓവർ എരിവില്ല. തന്നെ ആ ഗരം മസാല എല്ലാം കൂടി ചതച്ചിട്ട് ഒരു പ്രത്യേക രുചിയാണ്. അപ്പം ആയിരിക്കും നല്ലൊരു അടിപൊളിയാണ്. മൊത്തേ കൺഗ്രാസ്. താങ്ക് യു. കൊള്ളാം, കുഴപ്പമില്ല. ഇത് എന്റെ അച്ചാച്ചനാണ് ഒരു ബിഗ് സല്യൂട്ട്. ആണല്ലേ? കാരണം എന്റെ അച്ചാച്ചൻ നല്ലൊരു പാചകക്കാരനായിരുന്നു. താങ്ക് യു മൈ അമ്മയപ്പൻ. അതെ. അപ്പം എന്തായാലും വേണ്ടില്ല, നിങ്ങൾ ഈ ചിക്കൻ കറി നിങ്ങൾ എല്ലാവരും ഒന്ന് പരീക്ഷ നോക്കുക. വളരെ എളുപ്പം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ വലിയ പണിയൊന്നുമില്ല. അവിടെ അതൊന്ന് ചതച്ച് വെക്കുന്നൊരു പരിപാടിയേ ഉള്ളൂ. ഇത് പിന്നെ ഇതിൻ്റെ പ്രത്യേകം ചിലതിനകത്ത് വെള്ളം തൊടിച്ചിട്ടില്ല, പച്ചവെള്ളം തൊടിക്കാതെ ഉണ്ടാക്കിയതാണ്. അജയ് കമാൺ, നമുക്ക് നമ്മുടെ അജയ്ക്ക് വിളിച്ച് കൊടുക്കട്ടെ. ചൂട് കേട്ടോ. കറക്റ്റ് പറയണം, ചോദിച്ച് നന്നായിട്ട് ഇറക്കിയതിന് ശേഷം പറയണം കേട്ടോ. അപ്പോൾ ഇത് വളരെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ്. ഇത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. എങ്ങനെയുണ്ട് അജയ്ക്കുട്ടാ? സൂപ്പറാണോ? വേണോ? സൂപ്പറാന്ന് പറഞ്ഞിട്ട് അവന് വേണ്ടാന്ന്. ചൂടല്ലേ, അതുകൊണ്ടാണ്. അവന് ചൂടിന്റെ തന്നെയല്ല, അവന് എപ്പോഴും ഫ്രൈ തിന്ന് പഠിച്ചുപോയി. മമ്മി അങ്ങനെ കൊച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇല്ല, ഈ ചിക്കൻ, ഈ വെറൈറ്റി ചിക്കൻ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇത് നാടൻ എന്നല്ല, പക്ഷേ ആ നാടൻ രീതി പോലെ തന്നെയാണ്. എല്ലാം ചതച്ച് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയത് ഒരു നാടൻ രീതി തന്നെയാണ്. അപ്പോൾ വളരെ നല്ല ചിക്കൻ കറിയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണിൽ ഒന്ന് ഞെക്കുക. പിന്നെ അമ്മച്ചി പറയാറുള്ള പോലെ ഈ അടിപൊളി ചിക്കൻ കറിക്ക് കൊടുക്ക മക്കളെ നല്ലൊരു കറി കൊത്ത്. അപ്പോൾ ഞങ്ങൾ ഇനി ഇതുപോലെ വ്യത്യസ്തമായി ഇടുന്ന പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് ഇനിയും ലഭിക്കുന്നതായിരിക്കും. വ്യത്യസ്തമായ വീഡിയോയുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അതുവരത്തേക്ക് ബൈ.